ഗായ്സ്, വെൽക്കം ബാക്ക് ടു നെനീസ് ടെയിൽസ്. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ക്ലീനിങ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബ്രേക്കായി ഗൈസ്. വേറൊന്നുമല്ല, എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിരിക്കുകയാണ്. ട്രൈപോഡിൻ്റെ താഴത്തെ ആ ഒരു പ്ലാസ്റ്റിക് ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ള് ട്രൈപോഡ് ഇല്ലാണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ജർക്കിങ് കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ബ്രെഡും ബട്ടറും പിന്നെ മിൽക്കും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ കിച്ചണിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നും എനിക്ക് പതിവ് പോലെ മോർണിംഗ് ഓഫാണ്. അപ്പോൾ സാധാരണ മോർണിംഗ് ഓഫുള്ള ഡേയ്സിൽ ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. വല്ലപ്പോഴും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം എന്നോർത്തു. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഹെൽത്തി ആണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ളൊരു പരീക്ഷണമാണ് ഗൈസ്. ഞാൻ ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കൂലേ, അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ ടോസ്റ്റ് ഒന്ന് മറിച്ചിടാൻ ഞാൻ പാടുവിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഫോണും റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് ചെയ്യാൻ. അങ്ങനത്തെ ഫൈനലി ഈ സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ വല്ല എഗ് ടോസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ മിൽക്ക് ബോട്ടിലിൻ്റെ ലാസ്റ്റത്തെ ഇതായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഫുൾ ഒഴിച്ചു. പിന്നെ സാധാരണ നമ്മൾ മലയാളികളാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ആ ബോട്ടിലിൽ വെള്ളം കൂടി മിക്സ് ചെയ്ത് അതങ്ങ് തീർത്തു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടു. ആക്ച്വലി ഇന്ന് എനിക്ക് കുറേ പണികൾ ചെയ്ത് തീർക്കാനുള്ള ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ ക്ലീനിങ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് കഴിക്കാൻ എനിക്കൊരു കുറച്ച് മടി ഉണ്ടായിരുന്നു. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാൻ. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ ആസ് യൂഷ്വൽ ഫോണും കണ്ടുകൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് കിച്ചണിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്നലത്തെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ എന്തെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ നമ്മുടെ ചോറും കറിയും ഒക്കെ എല്ലാം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ സോയാബീൻ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ന് എൻ്റെ ക്ലീനിങ് ഡേ ആണെന്ന്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഫ്രിഡ്ജിലുള്ള നമ്മുടെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഹോൾഡറൊക്കെ, അതെല്ലാം പുറത്തോട്ടെടുത്ത് നന്നായിട്ട് കഴുകി കേട്ടോ. കഴുകിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് അകത്തോട്ടേക്ക് വെച്ചത്. അപ്പോൾ 2 days ആയിട്ട് ഇപ്പം നമുക്ക് ക്ലീനിങ് ഡേ ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ആ ഒരു ദിവസം എല്ലാവരും ഓരോരുത്തർ ചെയ്യാൻ നേരത്ത് നമ്മുടെ റൂമും എല്ലാം നല്ല പക്ക ക്ലീൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ഡേ ആണ്. ആക്ച്വലി തലേ ദിവസം ഞാൻ നമ്മുടെ കിച്ചൺ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ക്ലീൻ ചെയ്താൽ മതി. അങ്ങനത്തെ ക്ലീനിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനത്തെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. കാരണം എനിക്ക് മോർണിംഗ് ഫ്രീ ആയതുകൊണ്ട് എനിക്കിന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഫോൺ നമ്പറുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി ഒരു ഹാഫ് ആൻ അവർ ഒരു എനിക്ക് തോന്നുന്നു ഒരു 45 minutesനുള്ളിൽ ഞാൻ പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാം റെഡിയാക്കി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. വന്നിട്ട് ഞാൻ ചേഞ്ച് പോലും ചെയ്യാണ്ട് നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോയത്. കാരണം നമ്മുടെ ചോറെടുത്തിട്ട് ചൂടാക്കണമായിരുന്നു. കാരണം 1 മണിക്ക് ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറെടുത്തിട്ട് അതൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമ്മുടെ സോയാബീൻ റെഡിയാക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ സോയ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് സോയാബീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഞാൻ കറിയായിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നുള്ള തട്ടിക്കൂട്ടായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ആ ഒരു ടൈമിൽ നമ്മുടെ ചോറ് ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സോയ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ സോയ അവിടെ ഇരുന്ന് റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. ഇതേ ചോറായി, പിന്നെ ഇന്നലത്തെ സാമ്പാറായിരുന്നു കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. ഇതേ നമ്മുടെ സോയൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി സ്റ്റൗവും പിന്നെ കിച്ചണും ഒക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ അതേ നമ്മുടെ കിച്ചണിലെ ഫ്രിഡ്ജും ഷെൽഫും ഒക്കെ എല്ലാം തലേദിവസം ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ വർക്ക് ലോഡ് ഇല്ലാണ്ട് അന്നത്തെ ദിവസം പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ റൂമിലോട്ട് വന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ബാഗെല്ലാം നമ്മുടെ കോട്ടിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ഒടിഞ്ഞുപോയ ട്രൈപോഡും കൂടി ഞാൻ സേഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കളയാനൊരു മനസ്സ് വന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ റൂമും ഡൈനിങ് ഹോളും എല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ ചോറ് കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം പെട്ടെന്ന് ചെയ്തത് കൊണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാമെന്ന് ഓർത്തു. ഇത് ആക്ച്വലി ബസ്മതി റൈസ് ആണ് ഗൈസ്, കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബസ്മതി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോറുണ്ടാക്കാം. പിന്നെ എൻ്റെ സോയാബീൻ ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളാണ്. പിന്നെ ഇതേ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ ക്രേവിങ്സ് തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഒരു കിറ്റ്കാറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് ആ ഒരു കിറ്റ്കാറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അതേ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഈവനിങ് പണിക്ക് പോകണമല്ലോ. അപ്പോൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റു, കുറച്ച് പാലെടുത്തിട്ട് ഒരു കോഫി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പുതിയ പാലുണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ പഴയ പാല് തീർത്തത്. അങ്ങനെ ഒരു കോഫിയും കുടിച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.